ഞാൻ ടി.ജെ. സുരേഷ് കുമാർ. ഞാൻ ഇന്ത്യൻ യൂത്ത് ടീമിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ റെയിൽവേസ് ടീമിൻ്റെ കോച്ചാണ്. പിന്നെ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ്റെ ട്രെയിനേഴ്സ് കമ്മീഷൻ മെമ്പറാണ്. സോ നമുക്കിപ്പോൾ ചെസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാലോ, ഒരുപാടധികം മീഡിയ അറ്റൻഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റിൻ്റെ ഈക്വലായിട്ട് തന്നെ ഒരു ആയി പോന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരു പ്രജ്ഞാനന്ദ സൃഷ്ടിച്ച ഒരു വേവ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അതിപ്പോൾ പിന്നാലെ ഇപ്പോൾ ഗുകേഷ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കുമ്പോഴാണ് ഹോപ്പ്ഫുള്ളി ഗുകേഷ് ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക 17 വയസ്സേ ഗുകേഷിനുള്ളൂ. ചെസ്സിന് പ്രായം കുറഞ്ഞ് വരികയാണെന്നാണ് ഇപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഈ ഗാഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ സെൽഫോണിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെസ്സുമാരൊരു ഗെയിം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത്ര അധികമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവർക്ക് കുട്ടികളെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കാൽക്കുലേഷൻ, നമ്മൾ MSc മാത്സ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ ഈ മാത്സിൽ ഈ സ്റ്റാറ്റിക്സിൽ വരുന്ന ഒരു പെർമ്യൂട്ടേഷൻ കാൽക്കുലേഷൻ എന്ന സംഭവമൊക്കെ ഇത് നമ്മുടെ ഈ ചെസ്സിലെ ഈ കോമ്പിനേഷനുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതേ ലെവലിൽ തന്നെയാണ് ആ കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, ചെസ് പ്ലേയേഴ്സ് നന്നായിട്ട് കണക്കിൽ വളരെ മിടുക്കന്മാരായിരിക്കും. ഇതാണ് ആ റിലേഷൻ. പ്രത്യേകിച്ച് ഈ ചെസ്സ് കളി ഈ പിള്ളേരിൽ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനും പിന്നെ അവർക്ക് ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. നമ്മൾ ഈ ആനന്ദിനെ പറ്റിയിട്ടൊരു കഥ എപ്പോഴും പറയാറുണ്ട്. ആനന്ദിൻ്റെ അമ്മ ആനന്ദിനെ ചെസ് കളി പഠിപ്പിച്ചത് ആനന്ദിനെ ഒരു സ്ഥലത്ത് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതായത് അത്ര വികൃതിയായിരുന്നു ആനന്ദ് പറയുന്നത്. അപ്പോൾ പക്ഷേ ആനന്ദ് ഇപ്പോൾ എവിടെ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ പറയാം, ഞങ്ങൾക്ക് ചെസ് കളി പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് മെറ്റീരിയലൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസോ ഒന്നുമില്ല. അന്ന് നമ്മളിപ്പോൾ ആകെ 2-3 ടൂർണമെൻറ്റ് ഇന്ത്യയിലുണ്ടാവും. പിന്നെ ആകെ 2-3 ബുക്സേ ഉള്ളൂ. ഒരു ഇൻഫർമേറ്റർ, അങ്ങനത്തെ ഒരു ബുക്സേ ഉള്ളൂ. ഈ 6 മാസത്തിൽ വരുന്ന ഇൻഫർമേറ്ററാണ്. നമുക്കതൊക്കെ എന്താ പറയുക, അത് തേടി പിടിച്ച് പോയി പഠിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ ഇന്നലെ കാൽസം കളിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിൽ ഇവർ ഡയറക്റ്റായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവോ അല്ലെങ്കിൽ ആ സംഭവം അടുത്ത മാച്ചിൽ തന്നെ അവർ ടൂർണമെൻറ്റിൽ ബോർഡിൽ അപ്ലൈ ചെയ്യാണ് അവർ. അത്രയ്ക്കും ടെക്നോളജി ഡെവലപ്പ് ചെയ്തൊരു സമയത്ത് കുട്ടികൾ ആ ലേണിംഗ് കപ്പാസിറ്റിയും അവർ ആ വർക്കിംഗ് കപ്പാസിറ്റിയും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ടോപ്പിലെത്താൻ പറ്റാവുന്നൊരു ഗെയിമാണ് ഇപ്പോൾ ചെസ്സ്. കാരണം ഇതൊരു ഫിസിക്കൽ ഗെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് അതിൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മുമ്പിലേക്ക് വരാൻ എപ്പോഴും പറ്റാവുന്ന ഗെയിം. അപ്പോൾ ഇത് ടീം ഗെയിമല്ല, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കപ്പാസിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റാവുന്നൊരു ഗെയിമാണിത്. അടുത്തത് ഇതിൻ്റെ ഒരു കരിയർ സാധ്യതകൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് മനോരമയിലാണെന്ന് തോന്നുന്നു, മനോരമയിൽ ഇതിൻ്റെ ഈ ചെസ്സിൻ്റെ കരിയർ സാധ്യത വളരെ വ്യക്തമായിട്ടൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ റെയിൽവേയിൽ എനിക്ക് ജോബ് കിട്ടിയത്, ഞാൻ നാഷണൽ ജൂനിയർ സെക്കൻഡായിരുന്നു. അങ്ങനെ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. സ്പോർട്സ് കോട്ടയിൽ ചെസ്സിൻ്റെ പേര് തന്നെ എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പോൾ ഈ കോഴിക്കോട് നിന്ന് എനിക്കറിയാം, കോഴിക്കോട് നിന്ന് വളരെ ഫേമസ് ആയിട്ടൊരു പ്ലെയർ ഉണ്ട്, രത്നാകരൻ റെയിൽവേയിൽ ജോലി കിട്ടിയിരുന്നത് സ്പോർട്സിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ മേഘന റെയിൽവേയിൽ ജോലി കിട്ടിയത് ചെസ്സിൻ്റെ പേര് തന്നെയാണ്. എല്ലാ പബ്ലിക് സെക്ടർ കമ്പനികളും ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ P&T അല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഈ പ്രൈവറ്റ് സെക്ടർ കമ്പനികളും പിന്നെ ഈ പെട്രോളിയം എയർലൈൻസ് എല്ലാ കമ്പനികളും ഇന്ത്യയിലെ ആ ടോപ്പ് പ്ലെയേഴ്സിനെ നല്ല പെർക്സോടുകൂടി തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അവർക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര നാൾ നമ്മൾ പെർഫോം ചെയ്യുന്നു അത്രയും നാളും ജോബിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പെർഫോം ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ റെയിൽവേയിലേക്ക് ഒരു സ്കീമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നാഷണൽ ടോപ്പ് 3 ആണെങ്കിൽ, നാഷണൽ ടോപ്പ് 3 പൊസിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് 330 ഡേയ്സ് സ്കീം എന്ന് പറയാം. 330 ഡേയ്സ് സ്കീം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവനും അവർക്ക് വിത്ത് പേ കളിച്ചാൽ മതി. ഓഫീസിൽ വന്ന് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ പ്രശ്നമൊന്നും അവർക്കും ഒരു ഇടയ്ക്കും ഇല്ല. ആ പെർഫോമൻസ് ചെയ്യുന്നവരെ അത്രയധികം സൗകര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, നമ്മുടെ ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ ഒത്തിരി അധികമാണ്. ഇപ്പോൾ ONGC മുതലുള്ള എല്ലാ പെട്രോളിയം കമ്പനികളും ഈ മറ്റ് PSUസും അവർ മന്ത്ലി ഒരു പേയ്മെൻറ്റ് കൊടുത്ത് അവർക്ക് വേണ്ടി അവരുടെ ബാനറിൽ കളിക്കാൻ വേണ്ടി സ്കോളർഷിപ്പുകളും ഇപ്പോൾ കോൺട്രാക്റ്റുമുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഇതെല്ലാം വളരെ ഐ തിങ്ക് 30-35 കണ്ട് കോൺട്രാക്റ്റ് കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ടി കളിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിൽ. അവരുടെ എക്സ്പെൻസസും എല്ലാ ട്രെയിനിങ് മെറ്റീരിയൽസും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പ്രജ്ഞാനന്ദയോ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിൽ വരുന്ന പ്ലെയേഴ്സിന് ഇപ്പോൾ കോർപ്പറേറ്റ് സ്പോൺസേഴ്സ് അത്ര അധികമാണ്. നിങ്ങൾക്ക് പ്രജ്ഞാനന്ദയുടെ ഇപ്പോഴത്തെ സ്പോൺസർ അദാനി തന്നെയാണ്. അദാനി ഡയറക്റ്റാണ് പ്രജ്ഞാനന്ദ ഇപ്പോൾ സ്പോൺസർ. പ്രജ്ഞാനന്ദ ഓൾറെഡി ഇന്ത്യൻ ഓയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അദാനിയാണ് അവരുടെ സ്പോൺസർ. പിന്നെ ഇപ്പോൾ ഈ അർജുൻ എരിഗൈസി ഇന്ത്യയിലെ ടോപ്പ് പ്ലെയർ, അർജുൻ്റെ സ്പോൺസർ ഒരു കമ്പ്യൂട്ടർ അത് തന്നെയാണ്. അവരും
വളരെ ഒരു മാക്സിമം എമൗണ്ട് തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ റോൾ മോഡലായിട്ടുള്ള കേരളത്തിൽ നിഹാൽ സരീൻ, നിഹാലിന് അക്ഷയകൽപ്പയാണ് സ്പോൺസർ ചെയ്യുന്നത്. എല്ലാ ടോപ്പ് പ്ലേയേഴ്സിനും ആ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്സ് ഇപ്പോൾ വളരെയധികം കിട്ടുന്നുണ്ട്. ലൈക്ക് ക്രിക്കറ്റേഴ്സ് വരുന്നില്ലേ, ക്രിക്കറ്റേഴ്സിൻ്റെ ആ ഒരു അതേ ഈക്വലൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പും ഇപ്പോഴത്തെ ലെവലിൽ ഈ വേൾഡ് ലെവലിൽ ഇവർ ഈ യങ്സ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ അർജുൻ അരികേശി, ഗുകേഷ്, ഈ പ്രജ്ഞാനന്ദ, നിഹാൽ, പിന്നെ ആ വിദിത്ത്, ആ ഒരു ഗ്രൂപ്പ് വേൾഡ് ടോപ്പ് 20-ൽ 5-6 പേര് ഇന്ത്യൻസിനാണ്. ഇപ്പോൾ ഇതിൽ 6 പേരിലും വേൾഡ് ചാമ്പ്യനാവും. എല്ലാവരും ഈക്വൽ സ്റ്റാൻഡേർഡാണ്. 6 പേരിലും വേൾഡ് ചാമ്പ്യനാവും. അത്രയധികം പെർഫോമൻസ്, അത്രയധികം ഡെഡിക്കേഷനുള്ള കൊച്ചു പിള്ളേർ, 17 വയസ്സ്, 18 വയസ്സ്, 16 വയസ്സ്, ആ ലെവലിലുള്ള പിള്ളേർ തന്നെയാണ് വരും. സോ അവർക്ക് കിട്ടുന്ന ഒരു മീഡിയ അറ്റൻഷനും ക്രിക്കറ്റേഴ്സിന് കിട്ടുന്ന ഈക്വലായിട്ട് മീഡിയ അറ്റൻഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയിരുന്നു, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും കുട്ടികളെല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് എന്താ പറയുക കൂടുതൽ വരാന്ന് വെച്ചാൽ ഈ ഗാഡ്ജറ്റിൻ്റെ ലോകത്തുനിന്നും ഈ സെൽഫോണിൻ്റെ ലോകത്തുനിന്നൊക്കെ കുറേ കൂടി നമുക്ക് വിട്ട് നിന്ന് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റഡീസിനും നമ്മുടെ കരിയറിനും എല്ലാം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ ഇതിലേക്ക് വരാൻ പറ്റും നമുക്ക്. ഇപ്പോഴത്തെ ചെസ്സിൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളും, എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ, വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്കൂളുകൾ തന്നെ ചെസ്സ് അവരുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എടുത്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ സ്കൂളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ തന്നെ അച്ഛൻ തന്നെ ഒരുപാട് പ്രോജക്ട്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ 2-3 സ്കൂൾസ് എനിക്കറിയാം, വ്യക്തി പേഴ്സണൽ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മദ്രാസിൽ വേലമ്മാൾ സ്കൂൾ അറിയാത്ത ആരുമില്ല. ഈ പറയുന്ന പ്രജ്ഞാനന്ദയോ അല്ലെങ്കിൽ ഇവർ ഗുകേഷൊക്കെ അടക്കമുള്ള എല്ലാ പ്ലേയേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കൂള് ആണ് വേലമ്മാൾ സ്കൂള്. ഇപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും അവരുടെ ആ ഫോറിൻ ടൂർണമെൻറ്റ്സിൻ്റെ എക്സ്പെൻസസും അവരുടെ ഫോറിൻ കോച്ചസ് ആണെങ്കിൽ അവരുടെ എക്സ്പെൻസൊക്കെ അടക്കം മീറ്റ് ചെയ്ത് അവരെ ആ പ്രൊഫഷണൽ രീതിയിൽ ട്രെയിൻ ചെയ്ത് തന്നെ കൊണ്ടുവരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്കൂളുകളിലൊക്കെ എനിക്കറിയാം, ബാംഗ്ലൂരൊക്കെ 2-3 സ്കൂളിൽ 6-7 ചെസ് കോച്ച് തന്നെ ഉണ്ട് അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഏത് ലെവലിലും അവരെ പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യാനായിട്ട് അവർ അവരുടെ കരിയറിൽ പ്രോഗ്രസ് ചെയ്യുന്ന ലെവലിൽ, ഇപ്പോൾ സപ്പോസ് ആ ബിഗിനേഴ്സ് ലെവൽ കഴിഞ്ഞാൽ അഡ്വാൻസ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിൻ്റെ അഡ്വാൻസ്, എല്ലാ ലെവലിലും ട്രെയിനേഴ്സിനെ വച്ചിട്ട് ഇതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റെടുത്ത് നടന്ന സ്കൂളുകളാണ് ഇപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ ത്രൂ ഔട്ടുള്ളത്. ഇപ്പോൾ 1-2 സ്റ്റേറ്റ് ഗുജറാത്തൊക്കെ ഈ ചെസ്സ് സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിലും കേരളത്തിലും വരുന്ന വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയിലേക്കുള്ളൊരു സംഭവമാണല്ലോ, ഈ സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഞാനിവിടെ കോഴിക്കോട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചതുരംഗപ്പട എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മറ്റേ ഓരോ മാഗസിനുണ്ട്. മാഗസിനും പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് സിലോസ് സ്കൂൾസിൽ ഫാദറിനൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഫാദർ അത്രയും കാമായിട്ട് ക്വയറ്റായിട്ട് അറ്റ്മോസ്ഫിയർ, വളരെ പ്ലസൻ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയർ, നല്ല എന്താ പറയുക, ഒരു 25 കുട്ടികൾക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത്. അത്രയധികം ഒരു എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നി സിലോസ് സ്കൂളിലൊക്കെ വെച്ചാൽ കറക്റ്റായിട്ടൊരു വിഷൻ അവർക്കുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു വിഷൻ അവർക്കുണ്ട്. സോ ഒരു 2-3 വർഷത്തിനുള്ളിൽ മേ ബി അടുത്തൊരു വേലമ്മാൾ സ്കൂളൊക്കെ ആയിട്ട് ഈ സിലോസ് സ്കൂളും ഇപ്പോൾ ഉണ്ണീഷ് സാറിൻ്റെ കൂടെ ഉണ്ട്. ഉണ്ണീഷ് സാറൊക്കെ ഒരു അത്രയധികം ഡിറ്റർമൈൻഡും ഒരു ഓർഗനൈസിങ് സ്കില്ലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേലമ്മാൾ സ്കൂളിൻ്റെ അത് ഈക്വലായിട്ടൊരു പേരിൽ ഈ ഒരു എന്താ പറയുക സ്കൂളും അതിനോടനുബന്ധിച്ച് ഈ ചതുരംഗപ്പട ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ സോ നമുക്ക് കോഴിക്കോട് ചെസ്സിൻ്റെ ഭൂപടത്തിൽ എന്താ പറയുക വേറൊരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴേക്കും. ഈ നമ്മളൊക്കെ ചെസ് കളി പഠിച്ചിരുന്ന ഒരു കാലത്ത് എങ്ങനെ വെച്ചാൽ നമുക്ക് ആകെ കിട്ടുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ബുക്സ് മാത്രമേ ഉള്ളൂ. അന്ന് ഈ സിസ്റ്റം ഇതൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ഈ എന്താ പറയുക കമ്പ്യൂട്ടറാണല്ലോ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ടക്ക് കമ്പ്യൂട്ടർ തട്ടി ഗെയിം കാണുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ബുക്സൊക്കെ വായിക്കണം. പഴയ ഈ പ്രത്യേകിച്ച് ബുക്സ് വായിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചെസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ കുട്ടികളുടെ ലെവലിലുള്ള ബുക്സ് ഉണ്ട് ഒരുപാട്. ഇപ്പോൾ കുറേശ്ശെ ഇപ്പോൾ കോച്ചസൊക്കെ അറിയാം. ഇപ്പോൾ പർട്ടിക്കുലർ ഇപ്പോൾ ഈ ഇന്ന ബുക്ക് എന്ന് കൃത്യമായിട്ട് തന്നെ ഏത് ലെവലിലുള്ള ബുക്സൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ബുക്സ് വായിച്ച് കഴിഞ്ഞാൽ ആ വായനാശീലവും അതിനൊപ്പം തന്നെ വളരും. ഇതിൽ എന്താ പറയുക പ്യുവർലി ഒരു തിയറി മാത്രമല്ലാതെ ഒരുപാട് കഥകളും രസകരമായിട്ടുള്ള ബുക്കുകളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അവർക്ക് കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വായിച്ച് വളരാനുള്ള ബുക്സ് ആ ലെവലിലുള്ള ഇപ്പോൾ ബിഗിനേഴ്സ് ലെവലായാലും ഇൻ്റർമീഡിയറ്റ് ലെവലായാലും അഡ്വാൻസ് ലെവലിലും ആ ബുക്സ് വായിച്ച് തന്നെ പഠിച്ച് വളർന്നവർ. ഇപ്പോൾ എല്ലാവരും അറിയില്ലോ എന്ത് പറഞ്ഞാലും ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിനുള്ള ഒരു അട്രാക്ഷനാണ്. കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്താ പറയുക കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമുക്ക് ഒരു 100 ഗെയിം ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തീർക്കും. ടക്ക് അഴിച്ചാൽ തീർക്കും. പക്ഷേ ഇത് നമ്മൾ ബുക്കിൽ വായിച്ച് ചെസ് ബോർഡിൽ വച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിൽ പറയും. ചിലപ്പോൾ ഈ പറയുന്ന സമയം കൊണ്ട് ഒരു ഗെയിമേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. നമ്മുടെ മനസ്സിൽ അതിൽ എന്ത് നമ്മൾ ചോദിച്ചാലും അത് പറയാതെ നമ്മൾ തയ്യാറായിരിക്കും. നമുക്ക് ആ ഗെയിം ക്ലിയർ ആയിരിക്കും. ഈ 1 മണിക്കൂർ കൊണ്ട് 100 ഗെയിം നോക്കിക്കഴിഞ്ഞാൽ
അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മറന്നു പോകും എന്ന സംഭവം നമുക്ക് മനസ്സിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി വായിച്ച് പഠിക്കാനുള്ള ഈ കുട്ടികളുടെ ശീലം കൂടി വളർത്തണം. വായിച്ച് പഠിക്കുക തന്നെ വേണമെന്നില്ലല്ലോ. ഇവിടുത്തെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഇതിന് ഭാവിയിൽ എങ്ങനെ ഇതിങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരുപാട് പ്രൊജക്റ്റ് അച്ഛൻ പറയണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവരൊക്കെ അവർ നല്ലൊരു പ്രൊജക്റ്റായിട്ട് നമുക്കത് ഇപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പ്ലെയേഴ്സും കോച്ചസും എല്ലാവരും ഉണ്ട്. ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ചെസ്സിൻ്റേതൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കി നമുക്കിവിടെ ഒരു വലിയ രീതിയിൽ ഇത് തന്നെയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ സ്കൂൾ. നമസ്കാരം.